ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൊതിച്ചോറ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ പൊതിച്ചോറിന് വേണ്ടി ഇതാ അവിടെ ഇങ്ങനെ ഉരുളക്കിഴങ്ങെല്ലാം വറക്കുകയാണ്. ഉരുളക്കിഴങ്ങ് വറക്കുകയാണ്. അപ്പോൾ ഇതാ ചോറ് തിളയ്ക്കുന്നുണ്ട് പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പൊതിച്ചോറ് ഒരു നൊസ്റ്റാൾജി തന്നെയാണല്ലോ അല്ലേ എല്ലാവർക്കും. അപ്പോൾ അതിനുവേണ്ടി നല്ല കുത്തരിയുടെ ചോറ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുത്തരിയുടെ ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചോറ് വറക്കാനായി. അപ്പോൾ ഞങ്ങൾ ട്രാവലിങ്ങും കൂടിയാണ് ഇന്ന്. അപ്പോൾ ഏതായാലും ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ കഷ്ണമെല്ലാം നുറുക്കി മോളാണ് അതിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഇല വാട്ടിയതിൻ്റെ ഒരു സ്മെല്ലും പിന്നെ ആ പൊതിച്ചോറും എല്ലാം കൂടി ഒരു നോസ്റ്റാൾജിക് ഫീലാണല്ലേ നമുക്കെപ്പോഴും. ഈ ഇല വാട്ടിയതിൻ്റെ ആ സ്മെല്ലിലാണ് നമ്മൾ ഈ ചോറെല്ലാം പൊതിയുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അധികം ആളുകൾക്കും അത് ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്യാസുമ്മ തന്നെയാണ് വാട്ടുന്നത്, ഇല വാട്ടുന്നത്. നമുക്ക് നാട്ടിലാണെങ്കിൽ ഇലയും കിട്ടും, അടുപ്പിൽ കണലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വാട്ടിയെടുക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ അതിന് ഒരു രക്ഷയില്ല. ഇലയും വാങ്ങണം, നമുക്ക് വാട്ടുന്നതിനും നമുക്ക് ഇതുപോലെ ഒക്കെ ഒരു മാർഗ്ഗമുള്ളൂ കേട്ടോ. അപ്പോൾ ഇല വാട്ടലെല്ലാം അങ്ങനെ. അപ്പോൾ ഇല വാട്ടിയതിന് ശേഷം ഒന്ന് നല്ലപോലെ തുടച്ചെടുക്കുക കേട്ടോ ഇല. അതിന് ശേഷം പിന്നെ നമുക്ക് ചോറെല്ലാം ആക്കിയെടുക്കണം. ചോറ് ഞാൻ ഉപ്പും ഞാനിവിടെ ബീറ്റ്റൂട്ടിൻ്റെ തോരൻ ഉണ്ടാക്കുക കേട്ടോ. ബീറ്റ്റൂട്ടിൻ്റെ തോരൻ എനിക്കും ഇവിടെ വാസട്ടിനും മാത്രമാണ്. മക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്കാണ് ഈ സ്പെഷ്യലായിട്ട് ആലു ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ടിൻ്റെ ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പൊട്ടറ്റോ കൊണ്ട് ഒരു എന്താ പറയുക ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചമ്മന്തി തേങ്ങ, മുളക്, ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി, പുളിങ്ങ ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കറിവേപ്പില കൂടിയും കൂട്ടി അരച്ചോറ് കൂട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് മാത്രം മതി നമുക്ക് ചിലപ്പോൾ ചോറുണ്ണാനെന്ന് തോന്നും. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ ബീറ്റ്റൂട്ട് അരിയുന്നതൊക്കെ കഴിഞ്ഞു. ഇനി അതുണ്ടാക്കും. അങ്ങനെ ബീറ്റ്റൂട്ട് തോരനും ഇവിടെ ആയി കേട്ടോ. തോരൻ റെഡിയായി. നമുക്ക് സ്പെഷ്യലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യം എല്ലാവർക്കും അറിയുമായിരിക്കും ബീറ്റ്റൂട്ട് തോരനെല്ലാം ഉണ്ടാക്കാൻ. അപ്പോൾ പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഇവിടെ ഇലയെല്ലാം വാട്ടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് നല്ല കുത്തരിയുടെ ചോറല്ലേ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഉപ്പും വെളിച്ചെണ്ണയും കൂടിയും കൂട്ടി ഇളക്കിയ ചോറാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിന് കറിയൊന്നും ആവശ്യമില്ല. നല്ല ഒരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നല്ല ഒരു ബീറ്റ്റൂട്ട് തോരൻ കേട്ടോ. ബീറ്റ്റൂട്ട് തോരൻ. പിന്നെ ഇത് മക്കളുടെ സ്പെഷ്യലാണ്, 2 കിഴങ്ങ്. അപ്പോൾ ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്തത് ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി അങ്ങ് ചൂടോടുകൂടി പൊതിഞ്ഞ് പിന്നെ കഴിക്കാൻ നേരത്തുള്ളൊരു ടേസ്റ്റൊന്നും പറയണ്ട. നാവിൽ വെള്ളം ഊറുന്ന ടേസ്റ്റാണ് കേട്ടോ. അത്രയ്ക്കും രുചിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം. അപ്പോൾ ഇനി അടുത്ത താരാണ് ഒരു കടുമാങ്ങയുടെ അച്ചാർ. അത് അതിലങ്ങ് പിടിച്ച് കഴിഞ്ഞാൽ ഒരു വെരി ടേസ്റ്റി എന്ന് പറയാൻ വയ്യ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ അടുത്ത താരം എന്താണ്, ഓംലെറ്റ് കേട്ടോ. ഇതും നല്ല ടേസ്റ്റാണ്. സാധാരണ നമുക്ക് ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ ചൂടോട് കൂടിയൊക്കെയാണ് ഇഷ്ടമല്ലേ എല്ലാവർക്കും. പക്ഷേ ഇതിൻ്റെ കൂടെ എന്താണെന്നറിയില്ല, അത് വലിയ കുഴപ്പമില്ല. ചൂടോട് കൂടി അല്ലെങ്കിലും നമുക്ക് ഇതിലങ്ങ് പൊതിഞ്ഞ് കെട്ടുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇടയ്ക്കൊക്കെ ഒന്നൊരു ചേഞ്ചാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇനി മീൻ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാമല്ലോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കും കമൻറ്റും എല്ലാം രേഖപ്പെടുത്താൻ മറക്കരുത്.
അപ്പോൾ ഇതാ പൊതിച്ചോറ് ഇവിടെ റെഡിയായി. നമുക്ക് യാത്രയിലൊക്കെ കഴിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. പൊതിച്ചോറ് കൊണ്ടുപോവുകയാണെങ്കിൽ അത് കഴിച്ചിട്ട് അങ്ങ് നമുക്ക് കളയാലോ. അപ്പോൾ അങ്ങനെ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപ്തമായി. ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് ലൈക്കും സബ്ബും പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.